ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലാണ്. ഈ വ്ളോഗ് ഒമാൻ ട്രാവൽ വ്ളോഗാണ്. ഒമാനിനെ കുറിച്ച് പറയാനാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്ന് നമുക്ക് തന്നെ പറയാം. കാരണം ഇവിടുത്തെ നേച്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒമാനിൽ ഒരുപാട് നല്ല നല്ല ബീച്ചസ് ഉണ്ട്. നമ്മളിന്ന് പോകുന്നതും ഒരു ബീച്ചിലേക്കാണ്. ഒമാനിന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ നിന്ന് ഒരു 20-30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ ബീച്ചിൽ എത്താൻ പറ്റും. ചില റോഡിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് UAE ജബൽ ജെയ്സും റാസൽ ഖൈമയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരാറുണ്ട്. അതെനിക്ക് മാത്രമാണോ അതോ വേറെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള അറബ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പൊതുവെ ഒരുപാട് ഹൈറ്റ് ഉള്ള ബിൽഡിങ്സ് ഇല്ല. ബീച്ച് എത്തുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ നമുക്ക് റോഡിന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ബീച്ചിന്റെ ആ സൈഡ്, ആ ഭാഗം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഈ ബീച്ചിന്റെ പേര് ഖന്ദബ് ബീച്ച് എന്നാണ്. ക്ലിയർ വാട്ടറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് രണ്ട് സൈഡിലും രണ്ട് വലിയ മൗണ്ടൻസ് വരുന്നുണ്ട്. ഒരു സൈഡിൽ നമുക്ക് കയറി അതിൻ്റെ മുകളിലുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരുപാട് തിരകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേടിക്കാതെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാം ഇറങ്ങുന്നുണ്ട്. വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് അവിടെ ഉള്ളത്. നമ്മൾ വന്ന ടൈം അധികം ക്രൗഡഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ നന്നായിട്ട് പറ്റി. ഇവിടെ ബോട്ട് റൈഡൊക്കെ അവൈലബിൾ ആണ്. ബോട്ട് റൈഡിനൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഭംഗിയുള്ള കുറച്ച് സ്പേസ് ഒക്കെ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ബീച്ചിൽ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരു വ്യൂ പോയിന്റ് ഉള്ളത്. ഖന്ദബ് വ്യൂ പോയിന്റ് എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബീച്ച് സൈഡും ആ രണ്ട് വലിയ മൗണ്ടെയ്ൻസും അതല്ലാതുള്ള ഒരുപാട് മൗണ്ടെയ്ൻസും ആ ടൗണും റോഡ്സും എല്ലാത്തിൻ്റെയും ഒരു ഓവറോൾ വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. വളരെ ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് സൺസെറ്റും എല്ലാം കണ്ടിട്ടാണ് അവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്തത്. അവിടുന്ന് കുറച്ചുകൂടി ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ട്. അത് രാത്രി ടൈമിൽ മാത്രം ഓപ്പൺ ആക്കുന്ന ഒരു വാട്ടർഫോൾ ആണ്. കാരണം നമ്മൾ അങ്ങോട്ട് പോയ ടൈമിൽ ഇത് കണ്ടിട്ടില്ലായിരുന്നു. സെയിം റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും പോയത്. അപ്പോൾ ഒമാൻ ട്രാവൽ വ്ലോഗിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.